ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെന്ന് തോന്നണേ? ഞാനിത് ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു വെറൈറ്റി ഡിഷസ് ഈ പ്രാവശ്യം എല്ലാം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കിച്ചൺ ടെയിൽസ് ബൈ നീതു എന്നും പറഞ്ഞൊരു ചാനലുണ്ടല്ലോ. അപ്പോൾ നീതുവിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു ഇത്, ചിക്കൻ ബാർബിക്യൂ ചിക്കൻ. സോ ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മുടെ ബ്രൗൺ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, കുറേ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട്. ഇതിൻ്റെ റെസിപ്പി പുള്ളിക്കാരുടെ ചാനലിലുണ്ട്. എനിവേ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഡിന്നറിന് ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ക്രിസ്മസിന് പിന്നെ ഞങ്ങളെല്ലാം ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ടച്ച് ഡിഷസ് ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്. ഈസി ടു മേക്ക് ആണ്, പിന്നെ കുറേ ടൈമൊന്നും വേണ്ട കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. വലിയ സ്പൈസസോ കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാ പ്രാവശ്യവും ക്രിസ്മസിനായാലും ഈസ്റ്ററിനൊക്കെ നമ്മൾ ഈ സെയിം ഇന്ത്യൻ ഡിഷസ് നമ്മൾ ട്രഡീഷണൽ ഉണ്ടാക്കുന്നതല്ലേ ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യം ഇത്തിരി വ്യത്യാസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ 25-ാം തീയതി എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഇല്ലാതിരുന്നത് 26-ാം തീയതി ആയിരുന്നു. സോ ഐ തോട്ട് 26-ാം തീയതി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാമെന്ന്. 2 പേർക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ ഒരാളൊരു പണി ചെയ്യുമ്പോൾ മറ്റേ ആൾ വേറൊരു സൈഡിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിന് നമുക്കിവിടെ അങ്ങനെ അടുത്തങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 2 പേരുമായിരുന്നു ഈ പ്രാവശ്യം ക്രിസ്മസിന് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ആരുമില്ല, എല്ലാവരും ദൂരത്താണ്. അതുകൊണ്ട് നമുക്ക് ആരും അടുത്തില്ലാത്തതുകൊണ്ട് നമ്മൾ 2 പേരും മാത്രമായിരുന്നു ക്രിസ്മസിനുണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്തത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. എനിവേ ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു ഹോൾ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കുന്നത്. അത്ര വലിയ ടഫായിട്ടുള്ള റെസിപ്പി ഒന്നും അല്ലായിരുന്നു, സുഖമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റി. ആൽഫാമിലും മന്തിയിലും ചിക്കൻ കറിയിലൊക്കെ ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ബാർബിക്യൂ ചിക്കൻ ഇത് ലൈഫിൽ ആദ്യമായിട്ടാണ്. എനിവേ അടിപൊളി ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞാനിത് ഉണ്ടാക്കുന്നത് പോലും. അപ്പോൾ ക്രിസ്മസിന് എന്തൊക്കെ റെസിപ്പി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഫോണിൻ്റെ ഗാലറി കൂടെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു കുറേ വീഡിയോസ് കണ്ടത്. പിന്നെ വിചാരിച്ചു വൈ നോട്ട്, എന്തുകൊണ്ട് ഇതുകൊണ്ടൊരു വോയിസ് ഓവർ ചെയ്തുകൂടാ? ചുമ്മാ ഒരു രസമല്ലേ ഇങ്ങനെ നമ്മൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെയല്ലേ. സോ നമ്മുടെ ഡിഷ് ശരിയായി. ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസിന് നമ്മുടെ ഫുഡ്. സോ ഇറ്റ്സ് റിയലി ഗുഡായിരുന്നു. കേക്ക് നമ്മുടെ നാടൻ പ്ലം കേക്ക് കിട്ടി. ദാറ്റ്സ് ഇറ്റ്.